ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലുകളല്ല, ഓക്കെ, കുറേ ചാനലുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു കേട്ടോ. മാത്സ് ചാപ്റ്റർ 1 ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു. ഇനി ടെക്സ്റ്റ് ബുക്ക് ഒരു കുറച്ചും കൂടി ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ. ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഓക്കെ, സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ടേബിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ടേബിൾ വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഐ നീഡ് എ ടേബിൾ, ഒരു 10 ഇങ്ങനെ. നമ്മൾ യൂഷ്വലി നമ്മൾ ഇതുവരെ വരച്ചിരുന്ന പോലെ തന്നെ എഗെയിൻ ഞാൻ ടേബിൾ വരച്ചു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ടേബിൾ വരച്ച് വെച്ചു. ഓക്കെ, ഞാനിതിൽ പേര് കൊടുക്കാം. നമ്മുടെ പദങ്ങൾ എഴുതി വയ്ക്കുകയാണ്. x1, x2, x3 അതായത് മൂന്നാം പദം, നാലാം പദം, x5 അഞ്ചാം പദം, x6 ആറാം പദം, x7 ഏഴാം പദം, x8 എട്ടാം പദം, x9 ഒൻപതാം പദം, x10 പത്താം പദം. അങ്ങനെ ചുമ്മാ ഞാൻ എന്ത് ചെയ്തു, ടേബിൾ വരച്ച് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ടേബിൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിനി ചോദ്യം നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാം. ഫോർത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 എന്ന് തന്നിട്ടുണ്ട്. നാലാം പദം 8 എന്ന് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. നാലാം പദം 8 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി വെച്ചു, നാലാം പദം 8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം നോക്കിക്കോളൂ കേട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ദി പെയർസ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് പെയറുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പെയറുകൾ എന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. പെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെരുപ്പ് മേടിക്കാൻ പോകുന്ന സമയത്ത്, ഷൂസ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് ആണോ മേടിക്കുന്നത്? അല്ല, ഒരു പെയർ ഓഫ് ആണ് മേടിക്കുന്നത്. ഓക്കെ, അതായത് പെയർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ പെയറുകളാക്കാം. ഇതിനെല്ലാത്തിനും നമുക്കൊന്ന് പെയറുകളാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ പെയറുകളാക്കാനായിട്ട് വി നീഡ് ദിസ് വൺ. ഓക്കെ, ദിസ് വൺ. ഓക്കെ, പെയേഴ്സ് ആക്കാം. ഓക്കെ, പെയേഴ്സ് ആക്കാം. അപ്പോൾ എങ്ങനെയാണ് പെയേഴ്സ് ആക്കുന്നത്? ഇതും ഈ 1ഉം 10ഉം പെയറുകളാണ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും പെയറുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതാ പെയർ വരിക? ഈ രണ്ടും നിങ്ങൾ പറഞ്ഞ രണ്ടും ഏതും പെയർ വരും? 9ഉം പെയർ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഇത് രണ്ടും എന്താണ്? പെയറുകളാണ്. ഏതൊക്കെയാണ്? 3ഉം 8ഉം വന്നിട്ട് പെയറുകളാണ്. ഇതും വന്നിട്ട് എന്താണ്? പെയറുകളാണ്. ഓക്കെ, ഇതും എന്താണ്? പെയറുകളായിരിക്കും. മനസ്സിലായോ? ഇതാണ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പെയേഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് x4 തന്നിട്ടുണ്ട്, നോക്കാം. The fourth term of an arithmetic sequence is 8 തന്നിട്ടുണ്ട്. Find the sum of the pairs of arithmetic terms given below. Third and fifth നമുക്ക് തന്നിട്ടുള്ളത് തേർഡ് ആൻഡ് ഫിഫ്ത്ത്. ഓക്കെ, ആൻഡ് ഒരു കാര്യം ഞാൻ പറയട്ടെ. പെയേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു 3 സംഖ്യകൾ എഴുതാണ്. ശ്രദ്ധിച്ചോളൂ. എ എന്ന് പറഞ്ഞ ഒരു സംഖ്യ, ബി എന്ന് പറഞ്ഞ വേറൊരു സംഖ്യ, സി എന്ന് പറയുന്ന വേറൊരു സംഖ്യ. അപ്പോൾ ഈ സംഖ്യകൾ ഞാൻ കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? വാരിയബിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചരങ്ങൾ എന്ന് പറയാം. നമ്മൾ XYZ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. ഓക്കെ, ABC. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ബി എന്ന് പറയുന്ന ഈ സംഖ്യയല്ലേ, അത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബി എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം അറിയാം, എയും സിയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ബിയുടെ ഇരട്ടിയായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നോക്കിക്കേ. എയുടെ കൂടെ A+C = എത്രയായിരിക്കും? എയും സിയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ബിയുടെ ഇരട്ടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ 2B ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, അയ്യോ ഇതെന്തീ പറയുന്നത്, മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് തന്നെ ഒരു ടേം ആയിട്ട് എഴുതാം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേം. അപ്പോൾ നിങ്ങളോട് ഒരു ടേം പറയാൻ പറഞ്ഞാൽ, ടേം അല്ല, ഒരു സീക്വൻസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ പറയും, സാർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് 2, 4, 6 എന്ന് എഴുതാം. ഓക്കെ, 2, 4, 6 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? ABC അല്ലേ? ഇത് നമുക്ക് A എന്നും B എന്നും C എന്നും പേര് കൊടുക്കാമല്ലോ. A, B and C. ക്ലിയർ അല്ലേ? A എന്നും B എന്നും C എന്നും പേര് കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞ എന്തായിരുന്നു? എയും സിയും തമ്മിൽ കൂട്ടിയാൽ, അതായത് എയും സിയും തമ്മിൽ കൂട്ടിയാൽ, ഇവിടെ ഏതാ? A ഏതാണ്? 2 ആണ്. C ഏതാണ്? 6 അല്ലേ? സോ 2 + 6 = എന്താവുന്ന ഞാൻ പറഞ്ഞ്? ഈ നടുവിലുള്ളതിന്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞ്. അതായത് 2 ×
4 ആയിരിക്കും. സോ നമുക്കറിയാം 6 + 2 8 ഇസ് ഈക്വൽ ടു 2 × 4 2 × 4 എന്ന് പറഞ്ഞാൽ എന്താണ് 8 വരുന്നത്. മനസ്സിലായോ? ഒന്നുമില്ല, കൺഫ്യൂഷൻ ആവണ്ട, സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ 3 സംഖ്യകൾ തന്നു, എക്സ് വൈ സെഡ്. ഈ സംഖ്യകൾ ഒന്നും തന്നെ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും, y എന്ന് പറയുന്ന സംഖ്യയുടെ ഇരട്ടിയായിരിക്കും എക്സും സെഡും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എഗെയിൻ. അപ്പോൾ എഗെയിൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ചില കുട്ടികൾക്ക് എഗെയിൻ കൂടുതൽ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. നോക്കാം. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുന്നു. നോക്കിക്കേ, 1 2 3 ഇതൊരു സീക്വൻസ് ആണല്ലോ. ഞാൻ പറയുന്നു ഈ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പൊ 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഇരട്ടിയായിരിക്കും മറ്റു 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 2ന്റെ ഇരട്ടി എത്രയാ? 4. അപ്പൊ നമ്മൾ കൂട്ടി നോക്കിക്കേ, ശരിയാണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഒരു സംഖ്യ ഉണ്ടെന്ന് വെച്ച് നോക്കിക്കേ, 2 4 6 8. നമ്മൾ ഈ സംഖ്യകൾ മാത്രം എടുത്ത് നോക്കിക്കേ, അപ്പോഴും എനിക്ക് പറയാൻ പറ്റും ഈ 3 സംഖ്യകൾ ഉള്ളൂ എന്ന് വിചാരിക്കട്ടെ. ഇതില്ലാന്ന് വിചാരിച്ചോ, ഈ സംഖ്യ ഇല്ലാന്ന് വിചാരിച്ചോളൂ, ഈ സംഖ്യ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്താ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം നോക്കിക്കേ, ഈ സംഖ്യ എത്രയാണ്? 6. 6ന്റെ ഇരട്ടിയായിരിക്കും ഈ 2 സംഖ്യകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. അപ്പൊ 6ന്റെ ഇരട്ടി എത്രയാണ്? നിങ്ങൾക്കറിയാം 6ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 + 6 12. അപ്പൊ 8 ഉം 4 ഉം 12. യെസ്, 12. മനസ്സിലായല്ലോ. അപ്പോൾ എഗെയിൻ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരു സംഖ്യ തന്നിട്ടുണ്ട്, 8 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾക്ക് 3ാമത്തെയും 5ാമത്തെയും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 3ാമത്തെയും 5ാമത്തെയും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ. സോ ഞാൻ അഗെയിൻ ആ കള്ളി ഒന്ന് വരയ്ക്കുന്നുണ്ടേ. നമുക്ക് 3 എണ്ണത്തിന്റെ ഇതാ 3 കള്ളി വരച്ചു. ഓക്കെ, ആൻഡ് വി നീഡ് അതും കൂടി പറയണല്ലോ, x1 x2 x3. യെസ്, വി നീഡ് എ കോളം ലൈക്ക് ദിസ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ, സിമ്പിളാണ്. നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ, എന്തായിരുന്നു ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നോക്കിക്കേ. 8ാം പദം തന്നിട്ടുണ്ട്, 4ാം പദം തന്നിട്ടുണ്ട്. ഓക്കെ, 4ാം പദമാണ് തന്നിട്ടുള്ളത്. 4ാം പദം തന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് തന്നിട്ടുണ്ട് 4ാം പദം? ഇതിപ്പോ 3 4 5 ഇങ്ങനെയാണെന്ന് തിരിച്ചോ. 4ാം പദം തന്നിട്ടുണ്ട് 8. 4ാം പദം 8 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ നടുവിലെ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. അതായത് 3ാമത്തെ സംഖ്യ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, 5ാമത്തെ സംഖ്യ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ടും എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കും. 8ന്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 വരും. ഓക്കെ, മനസ്സിലായല്ലോ. എത്രയാണ് സംഖ്യകൾ എന്നുള്ളത് എത്രയാവാം, എത്ര വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒന്നുകിൽ ഇവിടെ 6 ആയിരിക്കാം, 6 8 10. ഓക്കെ, ഇങ്ങനെ ആയിക്കൂടെ? ഇങ്ങനെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഖ്യകൾ എത്രയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ നടുവിലെ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ബാക്കി 2 സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അഗെയിൻ അടുത്ത ഒരു രീതിയിൽ കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായി. ഇതിനിപ്പോൾ എങ്ങനെയാ ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ ഉത്തരം എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ശ്രേണിയാണെന്ന് വിചാരിച്ചോ. നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പറഞ്ഞു പോയാലോ. എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 2. വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ എടുക്കുന്നത്? 2 × 8 കണ്ടോ. ഇതിന് നമുക്ക് എക്സ് എന്നും വൈ എന്നും സെഡ് എന്നും പേര് കൊടുക്കാം. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ. സോ എക്സ് പ്ലസ് therefore എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? 16 എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എഗെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ലോജിക് യൂസ് ചെയ്യുക, എഗെയിൻ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ,
ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, സോ 3rd and 5th ഇത് നമ്മൾ ചെയ്തു. എത്ര കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞേ? ഇതിന്റെ ഉത്തരം നമുക്ക് 16 കിട്ടി. 2nd and 6th കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 2nd and 6th നമുക്ക് നോക്കാം. 2nd and 6th എന്ന് പറയുന്ന സമയത്ത് ഞാൻ അഗൈൻ കള്ളി വരയ്ക്കുന്നുണ്ട് കേട്ടോ. 2nd and 6th നമുക്കൊരു ഓക്കെ 1 2 3 4 5 6. ഓക്കെ, 2nd and 6th നോക്കിക്കേ, ഇവിടെ 2, ഇതിനെ രണ്ടാമത്തത് 3 4 5 6 ഇത് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾക്ക് ഓൾറെഡി എന്താ തന്നിട്ടുള്ളത്? നമുക്ക് എന്തെങ്കിലും അറിയുന്ന സംഖ്യ ഉണ്ടോ? യെസ്, ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഏത് സംഖ്യ തന്നിട്ടുണ്ട്? 4ാം പദം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ പറയാം. ഇത് x2 ആണ് കേട്ടോ. ഇത് x2, ഇത് x6. ഓക്കെ, ഇത് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്നാണ് ചോദ്യം. നമ്മുടെ ചോദ്യം നോക്കിക്കേ, x2 പ്ലസ് x6 എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, x2 പ്ലസ് x6 എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്കറിയാം ഇത് പെയേഴ്സാ. ഏതൊക്കെയാ? ഇതും ഇതും പെയറുകളാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും പെയറുകളാ. പെയേഴ്സിനെല്ലാം തന്നെ സംഖ്യകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എല്ലാ പെയറുകളുടെയും സംഖ്യ തുല്യമായിരിക്കും. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് x4 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. x4 ചോദ്യത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. 4ാം പദം എത്രയാണ് തന്നിട്ടുണ്ട്? ഓൾറെഡി 8 എന്ന് തന്നിട്ടുണ്ട്. 4ാം പദം = 8. ഓക്കെ, 4ാം പദം = 8. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത പെയർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തിനായിരിക്കും? 16 തന്നെയായിരിക്കും. എഗെയിൻ അടുത്ത പെയർ ഉണ്ടെങ്കിൽ, അടുത്ത പെയർ ഉണ്ടെന്ന് വിചാരിച്ചോ, അടുത്ത പെയർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഏതാ വരുന്നത്? x7. മനസ്സിലായി? ഇവിടെ x7 ഉണ്ടെങ്കിൽ അത് എത്ര വരും? 16 വരും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ, 16 ആണെന്ന് കിട്ടി. 2nd and 6th ടേം എത്രയാണെന്ന് കിട്ടി? 16 ആണെന്ന് കിട്ടി. കാരണം അത് പെയറുകളാണ് കേട്ടോ. ഇനി 1st and 7th നമുക്കറിയാലോ. ഇനി ചോദിച്ചിട്ടുള്ളത് 1ാമത്തെയും 7ാമത്തെയും നമുക്കറിയാം. ഇത് x1 ആണെന്ന് അറിയാം. ഇവിടെ ഒരു x7 ഉണ്ടെന്ന് അറിയാം. അതും എന്തിനായിരിക്കും? അതും പെയറല്ലേ എടുക്കുന്നത്? പെയറുകളല്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. പെയറുകളാണല്ലോ. യെസ്, പെയറുകളാണല്ലോ. അപ്പോൾ വന്നിട്ട് ഇതും ഈ കിടക്കുന്ന x എത്രയായിരുന്നു? x7. അതും തന്നെയാണ് പെയറുകളാണ് വരുന്നത്. സോ അതിന്റെ ഉത്തരം എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ പെയർസിനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടി 16 എന്ന് കിട്ടി. ക്ലിയർ? നമുക്ക് ഈ 3ന്റെ ഉത്തരം എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. മനസ്സിലായോ? കാരണം എന്താണ്? ഇവിടെ 8 കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 16. അപ്പുറത്തെ 2 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 16. അടുത്ത 2 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 16 തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ദി 3ാമത്തതും 4ാമത്തതും 5ാമത്തതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത് ചോദിച്ചിട്ടില്ലേ? 3ാമത്തതും 4ാമത്തതും 5ാമത്തതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നതാണ് ചോദ്യം. ഓക്കെ, 3ാമത്തതും 4ാമത്തതും 5ാമത്തതും നമ്മൾക്ക് അറിയുന്നത് എന്തുട്ടാ? ഈ 3ാമത്തതും 4ാമത്തതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്കറിയാം? 16 കിട്ടുന്ന അറിയാം അല്ലേ? അതായത് ഇത് x3 ആണ്, ഇത് x4 ആണ്, ഇത് x5 ആണ്. നമുക്കറിയാം x3 x5 പെയറുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതുമ്പോൾ ഞാനിപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്തെന്ന് പറയാം? x3യും x5 അല്ലേ? x3 and x5 ഇവ എന്താണ്? ആർ pairs. ഓക്കെ, therefore അതുകൊണ്ട് x3യും x5ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമ്മൾ പഠിച്ചു? 16 കിട്ടും എന്ന് പറഞ്ഞു. പിന്നെന്താ തന്നിട്ടുള്ള എന്തുട്ടാ? x4 ഹാസ് ബീൻ ഗിവൺ. x4 തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം x3 പ്ലസ് x4 പ്ലസ് x5 is equal to എന്തെന്ന് എഴുതാൻ പറ്റും? 16 പ്ലസ് 8 is equal to 16 കഴിഞ്ഞാൽ 17 18 19 20 21 22 23 24 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം 24 എന്ന് ഉത്തരം കിട്ടി. സോ ഇതിന്റെ ഉത്തരം കിട്ടി 24. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 5 പദങ്ങളുടെ തുക എത്രയാണ്? എവിടെ നിന്ന് മുതലാ?
2 മുതൽ 6 വരെയുള്ള 5 പദങ്ങളുടെ തുക നോക്കിക്കേ. 2 മുതൽ ഇവിടെയും വരെയുള്ള 5 പദങ്ങൾ 1 2 3 4 5 1 2 3 4 5 5 പദങ്ങളുടെ തുക എത്ര മുതലാണ്? x2 മുതൽ x6 വരെയുള്ള. അപ്പൊ ചോദ്യം ഇതാണ്, നോക്കിക്കേ. x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം, ഓൾറെഡി അറിയുന്ന കാര്യം കിട്ടാ. ഇത് രണ്ടും പെയറുകളാ. എത്രയാണെന്ന് പറഞ്ഞു? 16. ഇത് രണ്ടും പെയറുകളാ. എത്രയാന്ന് പറഞ്ഞു? 16. x4 ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാന്ന് പറഞ്ഞു? 8 എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? സോ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എന്ത് എഴുതിയാൽ മതി? 16 പ്ലസ് 16 പ്ലസ് 8. ഓക്കെ, മനസ്സിലായല്ലോ? എത്രയാണ്? 16 പ്ലസ് 16 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 6 6 12 12 8 20 20ലേക്ക് 0 ബാക്കി 2 2 3 4 40 40 എന്ന് ഉത്തരം കിട്ടും. 40 40 സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. 40 ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ സം ഓഫ് ദി 7 ടേംസ് ഫ്രം ഫസ്റ്റ് ടു ദ 7? 1 മുതൽ 7 വരെയുള്ളത്. 1 മുതൽ 7 വരെയുള്ളത്. ഓക്കെ, ഞാൻ എഗൈൻ ഒന്ന് വരച്ചിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, അത് ഒഴിവാക്കാനായിട്ട് ഞാൻ വരച്ച് കാണിക്കാം. സോ വി നീഡ് 7 കോളംസ്, 7 കളികൾ അല്ലേ. 1 2 3 4 5 6 7. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ ആണ്. ഞാൻ അഗൈൻ പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ശ്രദ്ധിച്ചോളൂ. ഇനിയും മനസ്സിലാവാത്ത കുട്ടികൾക്ക് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ x1 എന്നും x2 എന്നും x3 എന്നും ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. x4 എന്നും x5 എന്നും x6 എന്നും x7 എന്നും എഴുതാം. x7 എന്നും എഴുതാം. ക്ലിയർ ആണല്ലോ? ഈ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാ. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇതിൽ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ഇതിൽ ആകെ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി സംഖ്യകൾ കാണാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പെയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്ക് അറിയാവുന്ന കാര്യം തൊട്ടാ, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും പെയറുകളാ, അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആയിട്ടുള്ള 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പെയറുകളാ, അതും എത്ര തന്നെ കിട്ടും? 16 കിട്ടും. അടുത്ത പെയർ ഏതാ? ഇത് രണ്ടും പെയറുകളാ, അത് തന്നെ എത്ര തന്നെ കിട്ടണം? നമുക്ക് 16 തന്നെ കിട്ടണം. ഓക്കെ, സോ 16 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 8. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16 എത്ര എണ്ണം ഉണ്ട്? 3 16 ഉണ്ട്. സോ 16 ഇൻറ്റു 3 എന്ന് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ കൂട്ടുകാട്ടാ. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്തോ. ഇനി ഇൻറ്റു പറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതാ ഞാൻ കൂട്ടി തരാം, നോക്കിക്കോളൂ കേട്ടോ. നോക്കിക്കോ. 16 പ്ലസ് 16 എത്ര 16 ഉണ്ട്? 3 16 ഉണ്ട്, ഒരു 8 ഉണ്ട്. ഓക്കെ, ഒരു 6 6 2 6 12 3 6 18 18 8 18 19 20 21 22 23 24 25 26 26 അല്ലേ? 26. ഒന്നുകൂടി നോക്കിക്കേ. 6 6 12 12 8 20 20 6 26 26 6 ബാക്കി 2 2 3 4 5 56 56 is the answer. 56 ആണ് ഉത്തരം. 56 ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പെയറുകളാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം ഇപ്പൊ നമ്മൾ ചെയ്താണ് കേട്ടോ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ആവണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യെസ്, ഇതേ മോഡലിലുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നതെല്ലാം തന്നെ കേട്ടോ. ഓക്കെ, ദ കോമൺ ഡിഫറൻസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2. 2 ആണ് കോമൺ ഡിഫറൻസ്. ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കുന്നുണ്ട്. ഡി തന്നിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു 2. ആദ്യം എപ്പോഴും ചോദ്യങ്ങൾ ഫുൾ ആയിട്ട് വായിക്കാൻ നിൽക്കല്ലേ. ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, ഒരൊറ്റ ഭാഗം വായിച്ചിട്ട് അത് മനസ്സിലാക്കുക, ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അത് എഴുതി വെച്ചു. ആൻഡ് ദ സം ഓഫ് ദി 9th and 10th ആൻഡ് 11th ടേംസ്. ഓക്കെ, 9 10 11 ടേംസ് എത്രയാണെന്ന് പറഞ്ഞു? 90 ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? x9 പ്ലസ് x10 പ്ലസ് x11 ഇസ് ഈക്വൽ എത്രയെന്ന് പറഞ്ഞു? 90 ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യത്തിലുള്ള സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ കാണണ്ടേ? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഈ എത്ര സംഖ്യകളുണ്ട് ടോട്ടൽ? ഈ 3 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുമെങ്കിൽ, 3 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുമെങ്കിൽ ഇതിന്റെ മധ്യത്തിലുള്ള മിഡിൽ ടേം എന്ന് പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യ കേട്ടോ. മിഡിൽ ടേം എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളുണ്ട് ടോട്ടൽ? 1 2 3 ഇസ് ഈക്വൽ ടു 9 3 3 6 9 3 പ്രാവശ്യം പോവും. ഈ 0 കയറ്റി കിട്ടും. സോ 30. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ
ഈ സെന്ററിലുള്ള സംഖ്യ എത്രയാണെന്ന് മനസ്സിലായി, 30 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, കോമൺ ഡിഫറൻസ് 2 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 32, ഇവിടെ 28. മനസ്സിലായല്ലോ? അപ്പുറത്തോട്ട് കൂട്ടുക, ഇപ്പുറത്തോട്ട് കുറയ്ക്കുക. മനസ്സിലായോ നോക്കി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. ഓക്കെ, മനസ്സിലായല്ലോ? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, ഇത്രയും വരെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആദ്യത്തെ 3 ടേംസ് എഴുതണം. അപ്പൊ ഇത് നമുക്ക് ഇത് കിട്ടിയല്ലോ, ഇത് മനസ്സിലായല്ലോ? ഇതുവരെ കിട്ടിയോ നോക്കിക്കേ. ആദ്യത്തെ 3 ടേംസ് എഴുതാൻ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സംഖ്യ പറഞ്ഞ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് x10 എടുക്കാം. x10 is equal to 3 പറഞ്ഞിട്ടുള്ള 30 പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആദ്യത്തെ സംഖ്യകൾ കാണാം. എത്ര സംഖ്യകൾ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് 3 ടേംസ് ആവില്ല, നമ്മൾ എന്ത് ചെയ്യും? 10 ടേംസ് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ടേബിൾ എന്ന് വരച്ചിടാം. ടേബിള് നിങ്ങൾക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് ടേബിളൊക്കെ വരച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, യെസ്. സോ ഡി ഇസ് ഈക്വൽ ടു, ഇത് കോപ്പി എടുക്കാം. സോറി, കോപ്പി. യെസ്, ഇതാണ് നമുക്ക് ആകെ തന്നിട്ടുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-ാം പദവും 2-ാം പദവും 3-ാം പദവും കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 1-ാം പദം കാണണം, 2-ാം പദം കാണണം, 3-ാം പദം കാണണം. ഓക്കെ, ഈക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പദം കാണാനായിട്ട് x1 is equal to എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്ക് എത്ര തന്നിട്ടുണ്ട്? x10 തന്നിട്ടുണ്ട്. x10 ന്ന് എത്ര d മൈനസ് ചെയ്താൽ മതി നമുക്കറിയാം. x1 കാണണമെങ്കിൽ x10 തന്നിട്ടുണ്ടെങ്കിൽ 9d ഉണ്ട് കുറച്ചാൽ മതി. ഇത് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ഓക്കെ, x1 is equal to 10, x10ൽ നിന്ന് 9d കുറച്ചാൽ മതി. സോ x1 is equal to x10 എത്രയാണ്? 30 മൈനസ് 9d. 9d എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എത്രയാണ്? d തന്നിട്ടുള്ളത് 2. സോ is equal to x1 is equal to 30 മൈനസ് 9 9 2 9 18. സോ x1 is equal to 30ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ 19 20 30 12. സോ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. x1 is equal to 12. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഇനി നോക്കിക്കേ, x10 ഓൾറെഡി നമ്മൾ കണ്ടെത്തി, 30 ആണെന്ന് കണ്ടെത്തി. പിന്നെ വേറെ എന്തൊക്കെയാ അറിയുന്നത് നോക്കിക്കേ. വേറെ എന്തൊക്കെയാ ഇവിടെ? 28 32 കണ്ടെത്തിയിട്ടുണ്ട്. 28 32. ഓക്കെ, 28 ഇവിടെ 28 32 നമ്മളെ 28 x9 x8 x7 x6 x5 x4 x3 x2. 28 കോമൺ ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 2 ആണെന്ന് തന്നിട്ടില്ല. 28 ആണെങ്കിൽ 26 24 22 20 18 16 14 12. യെസ്, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടെ, കമന്റ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ഉത്തരം കിട്ടി. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് നമ്മൾ കണ്ടെത്തി. അടുത്ത ചോദ്യം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നോക്കുക. Write 3 arithmetic sequences with the sum of the first 7 terms as 70. കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് 3 arithmetic sequence, 3 arithmetic sequence എഴുതണം. ഓക്കെ, 3 arithmetic sequence. നമുക്ക് എന്ത് ചെയ്യാം? 3 കള്ളികൾ വരയ്ക്കാം. 3 കള്ളികൾ വരച്ചേക്കാം. ഓക്കെ, എത്ര എണ്ണമാണ്? ഫസ്റ്റ് 7 അല്ലേ? സോ 1 2 3 4 5 6 7. ഓക്കെ, 3 കള്ളികൾ വരച്ചുട്ടാ. 7 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കോ, 7 എണ്ണം. റൈറ്റ്. സോ നോക്കിക്കേ, ഇത് x1 ആണ്, x2 x3 x4 x5 x6 x7. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അഗെയിൻ ഇത് x1 x2 x3 x4 x5 x6 x7. ഇതും അതുപോലെ തന്നെ x7 x6 x5 x4 x3 x2 x1. ചുമ്മാ കള്ളി വരച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ വലിയ എന്തോ സംഭവമാണല്ലോ, എന്താ കള്ളിയൊക്കെ വരച്ചിട്ട് എന്താ പരിപാടി? ഒന്നും വിചാരിക്കണ്ട, സിമ്പിൾ ആണ്. ഓക്കെ, നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ്. ഈ 7 എണ്ണം ഇതിൽ ഈ 7 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? 70 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? 7 എണ്ണം, സം ഓഫ് 7 ടേംസ്. 7 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്?
70 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ജസ്റ്റ് മുന്നേ പറഞ്ഞു എന്നിട്ടാ മിഡിൽ ടേം, മധ്യത്തിലുള്ള ആ ഒരു സംഖ്യ കാണാനായിട്ട് മിഡിൽ ടേം ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 70 ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, 7 സംഖ്യകളാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 70 ഡിവൈഡഡ് ബൈ 7, 7 ഒരു പ്രാവശ്യം. സോ മിഡിൽ ടേം ഇസ് 10. മിഡിൽ ടേം ഇസ് 10. മിഡിൽ ടേം ഏതാണ്? ഇത് പേരുകളാണ്, നോക്കിക്കേ, ഇത് പേരുകളാണ്, ഇത് പേരുകളാണ്, ഇത് പേരാണ്, ഇതാണ് മിഡിൽ ടേം. ഇവന് പേരില്ല, ഇവനാണ് മിഡിൽ ടേം. എത്രയാണെന്ന് പറഞ്ഞു? 10. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്? 10. ഇവിടെ എന്ത് തന്നെയാണ്? 10. കിട്ടിയല്ലോ. ചോദ്യം എന്താണ്? റൈറ്റ് 3 arithmetic sequence with the sum of the first 7 terms as 70. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 70 കിട്ടും. ഇതെല്ലാം എത്ര ഉണ്ട്? ഏഴെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 70 കിട്ടും. ഇതെല്ലാം എത്ര എണ്ണം? ഏഴെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 70 കിട്ടും. മിഡിൽ ടേം കാണാനായിട്ട് എന്താണ്? ടോട്ടൽ എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ 70 കിട്ടും. ഡിവൈഡഡ് ബൈ അത് എത്ര സംഖ്യകളുണ്ട് ടോട്ടൽ? 7 സംഖ്യകൾ. സോ 70 ഡിവൈഡഡ് ബൈ 7 = 10. സോ 10 ആണ് മിഡിൽ സംഖ്യ. മിഡിൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7. ഇതിന് മിഡിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മിഡിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അത് എഴുതി. ക്ലിയർ? ആ സംഖ്യകൾ എഴുതി. നമ്മളോട് ഇതേപോലെ തന്നെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. കോമൺ ഡിഫറൻസ് 1 ആയിട്ട് എഴുതാം. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ ഇവിടെ 9, 8, 7, 11, 12, 13. കോമൺ ഡിഫറൻസ് 2 ആയിട്ട് എഴുതാം. 8, 6, 4, 12, 14, 16. കോമൺ ഡിഫറൻസ് 3 ആയിട്ട് എടുക്കാം. 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 7, 5 എത്രയാ? 10 നിന്ന് 3 പോയാൽ 7, 7 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6, 5, 4. വീണ്ടും 3 പോയി കഴിഞ്ഞാൽ 1 അല്ലെ? 1, 2, 3, 4, 5, 6, 7, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. 3 ശ്രേണി എഴുതി. സിമ്പിൾ. മനസ്സിലായല്ലോ? ഇതിന് വഴികളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് വഴികൾ എന്നൊക്കെയുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഈ ഐഡിയ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ഫസ്റ്റ് 3 ടേംസ് ഇതൊക്കെ ചെയ്തല്ലേ? ഇത് ചെയ്തു. മനസ്സിലായല്ലോ? 7 ടേംസ് എഴുതി. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of the first 3 terms of an arithmetic sequence is 30. Sum of എത്ര ടേം ആണ്? Sum of the first 3 terms. ആദ്യത്തെ 3 പദങ്ങൾ കേട്ടോ. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 കൂട്ടിയപ്പോൾ എത്രയാന്ന് പറഞ്ഞു? ഇസ് 30 അല്ലെ? ചോദ്യം നോക്കിക്കേ. The sum of the first 3 എന്ന് പറയുമ്പോൾ x1, x2, x3 of an arithmetic sequence is 30. അത് തന്നിട്ടുണ്ട്. And the sum of the first 7 terms. ഫസ്റ്റ് 7 ടേംസ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 ഈക്വൽ ടു എത്രയാണ്? 140 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ മിഡിൽ ടേം ഒന്ന് കണ്ടുപിടിച്ചാൽ അറിയാം. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഇങ്ങനെ എഴുതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരാളുണ്ട്, ഇവനാണ് മിഡിൽ ടേം. സൈസ് കുറച്ച് കൂടിയാ. ഓക്കെ, ഇവനാണ് മിഡിൽ ടേം. ഓക്കെ, ഓക്കെ, യെസ്, മിഡിൽ ടേം ആണ് കാണണ്ടേ. മിഡിൽ ടേം എന്താണെന്ന് നോക്കിക്കേ. ഇവനാണ് മിഡിൽ ടേം. മിഡിൽ ടേം കിട്ടി. ഓക്കെ, ഇവനാണ് മിഡിൽ ടേം. മിഡിൽ ടേം കിട്ടി. ഇവിടെ ആരാ മിഡിൽ ടേം? ഇവരും x1 x7 പെയറുകളാണ്. ഇവനും പെയറാണ്. ഇവനും പെയറാണ്. ഓക്കെ, ഇവനാണ് മിഡിൽ ടേം. മിഡിൽ ടേം കിട്ടി. ഓക്കെ, സോ നമുക്ക് ആ മിഡിൽ ടേമുകളൊന്ന് എഴുതി വെക്കാം. സിമ്പിൾ ആണല്ലോ. നോക്കിക്കേ, മിഡിൽ ടേം എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തെ ആളുകൾ മിഡിൽ. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ മിഡിലാണ് നിൽക്കുന്നത്, ഞാൻ സെന്ററിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 3 ആളുകളുണ്ട്, ഞാൻ മിഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ. 5 ആളുകളുണ്ട്, അതിന് മിഡിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ആളപ്പുറത്തും 2 ആളിപ്പുറത്തും. ഇനി ആ ടോട്ടൽ 7 ആളുകളുണ്ട്, 7 ആളുകളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആളുകൾ. ഇപ്പോൾ ഞാൻ 1, 2, 3, 4, 5, 6, 7. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നിൽക്കുന്നത്. സിമ്പിൾ. നമുക്ക് ആ സംഖ്യ എത്രയെന്ന് അറിയാം. ആ മിഡിൽ ടേം കാണാനായിട്ടുള്ള നോക്കിക്കേ. ഇവിടെ ഞാൻ എഴുതുന്നുണ്ടേ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. മിഡിൽ ടേം കാണാനായിട്ട് നമുക്കറിയാം. യെസ്, ഓക്കെ. സോ ടോട്ടൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ടേമുകളുണ്ട് ഇവിടെ? ഇവിടെ 3 ടേമുകളാണ്. സോ 30 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യയാണ്. ഇത് എത്രയാണെന്ന് പറഞ്ഞു? ഇത് 10. അത് 10 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതോ? ഇപ്പം 140 കേട്ടോ. ഞാൻ മയച്ചപ്പോൾ പോയതാണ്. 140. ഓക്കെ, എത്ര ഉണ്ടെന്ന് പറഞ്ഞ ടോട്ടൽ? ഇവിടെ 7 ഉണ്ട്.
സോ നമുക്ക് നോക്കിക്കേ 140 ഡിവൈഡഡ് ബൈ 7 ഇസിക്കൽ ടു 14 7 2 പ്രാവശ്യം 20 എന്ന സംഖ്യ കിട്ടി. ഇവിടെ ഇത് 20 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ കിട്ടി നോക്കിക്കേ. ഓക്കെ, x2 10 കിട്ടി, x4 20 കിട്ടി. ഓക്കെ, ഇത് ഇനി നമുക്കൊന്ന് എഴുതി വെച്ചാലോ. നമുക്ക് ആ ടേബിൾ ഒന്ന് വരച്ചിട്ട് എഴുതിയാലോ. സിമ്പിൾ. നോക്കിക്കോ, ഈ കിട്ടിയിട്ടുള്ള കാര്യം ഞാൻ ടേബിൾ ആക്കിയിട്ട് എഴുതണ്ടേ. 1 2 3 4 5 6 7 എഴുതണം. ഓക്കെ, ടേബിൾ. ഓക്കെ, ഞാനിവിടെ ഇതിന് പേരുകൾ എഴുതി വെക്കുന്നുണ്ട്. x1 എന്നും x2 എന്നും x3 എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നോക്കിക്കോ, x1 x2 x3 x4 x5 x6 x7. ഓക്കെ, എന്തൊക്കെ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് കിട്ടി. ഇവിടുത്തെ മിഡിൽ സംഖ്യ x2 ഇസിക്കൽ ടു 10 ആണെന്ന് കിട്ടി. സോ x2 എവിടെയാ? 10. പിന്നെന്ത് കിട്ടി നമുക്ക്? x4 ഇസിക്കൽ ടു 20 എന്ന് കിട്ടിയില്ലേ? x4 ഇസിക്കൽ ടു 20. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ 10ഉം ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എത്രയായിരിക്കും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡി കണ്ടുപിടിച്ചോ. ഡി ഇസിക്കൽ ടു എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പദവ്യത്യാസം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ദാറ്റ് ഈസ് 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇസിക്കൽ ടു 20ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 10 ആണ്. 4ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 2 ആണ്. ഇസിക്കൽ ടു 10ൽ നിന്ന് 10 ഡിവൈഡഡ് ബൈ 2 ഇസിക്കൽ ടു 5. സോ 5 ആണ് കോമൺ ഡിഫറൻസ്. സോ 10 15 20 25 30 35. ഇവിടെയോ 5. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ നമ്മളോട് ചോദ്യത്തിൽ? വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്? കണ്ടെത്തി. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? കണ്ടെത്തി. വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഫസ്റ്റ് 3 ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ എത്ര എഴുതി? ഫസ്റ്റ് 7 ടേംസ് എഴുതി. 7 ടേംസ് എഴുതി വെച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോൾ 140 കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? നോക്കിക്കേ, 5ഉം 10ഉം 15 15ഉം 15ഉം 30 30ഉം 20ഉം 50 60 75 75ഉം 75ഉം നമ്മുടെ 65 65 ഇസിക്കൽ ടു 140. യെസ്, കിട്ടിയല്ലോ. സിമ്പിൾ ചോദ്യം. നിങ്ങൾ കുറച്ച് ലോജിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്സ് വളരെ ഈസിയാണ്. ഓക്കെ, കിട്ടിയല്ലോ. ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 150. ആദ്യം അത് ചെയ്യാം. എന്താ തന്നിട്ടുള്ളേ? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, 5 പദങ്ങളുടെ തുക. സം എന്നുള്ളതിനാണ് ഞാൻ ഇവിടെ എസ് എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. എത്ര തന്നിട്ടുള്ളത്? 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പദങ്ങളുടെ തുകയെന്ന് പറഞ്ഞു? 5 എണ്ണത്തിന്റെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാലോ. മിഡിൽ ടേം കാണാലോ. 150 ഡിവൈഡ് ബൈ എത്രയാണ്? 5 ഇസിക്കൽ ടു 15ൽ 5 3 പ്രാവശ്യം 30. അതായത് ഇതാണ് മിഡിൽ ടേം എന്ന് പറഞ്ഞത്. 30 ആണ് കേട്ടോ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ. എന്തുട്ടാ? x1 x2 x3 x4 x5. ഇതിന് മിഡിൽ ആരാ? ഇവനാണ് മിഡിൽ. ഇവന് എത്രയാണ് സംഖ്യ കിട്ടി? നമുക്ക് 30 എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. ആദ്യത്തെ 10 പദങ്ങളുടേത് 550 എന്ന് കിട്ടി. ഓക്കെ, ആദ്യത്തെ 10 പദങ്ങൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എഴുതി വയ്ക്കാം. ഷോർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 10 പദങ്ങളുടേത് 550 അല്ലേ? ആദ്യത്തെ 10 പദങ്ങൾ 550. ചുമ്മാ എഴുതി വെക്കുന്നുണ്ടേ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10. ഓക്കെ, എത്രയാണ് ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ള? 550 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 550 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 550 എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ മിഡിൽ ടൈം എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? 550 കിട്ടിയെന്ന് പറഞ്ഞ ടോട്ടല് എത്ര പദങ്ങളുണ്ട്? ടോട്ടല് 10 എണ്ണത്തിന്റെയാണ് 10. ഓക്കെ അല്ലേ? അപ്പോ 55ൽ 10 5 പ്രാവശ്യം പോയി. ബാക്കി 5 ഉണ്ട്. 5 വിൽ ബി 55. 55 മിഡിൽ ടേം. ഇതിൽ മിഡിൽ ഏതാ? ഇവരും പെയറുകളാണ്. ഇവരും പെയറുകളാണ്. ഇവനും പെയറാണ്. ഇവനും പെയറാണ്. ഇവനും പെയറാ. നോക്കിക്കേ, ഇവരൊക്കെ പെയറുകളാ. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കേ, 55 കിട്ടി. 55 എന്ന് പറഞ്ഞ മിഡിൽ ടേം ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആ കള്ളി ഒന്ന് വരയ്ക്കുന്നുണ്ട്. എഗെയിൻ ആ കള്ളി ഒന്ന് വരച്ചിട്ട് ചെയ്യാം. ആദ്യത്തിൽ 3 ടേംസിന്റെ അല്ലേ പറഞ്ഞിട്ടില്ലേ? എത്രയാണ്? 5 ടേംസ്. സം ഓഫ് ദി സീക്വൻസ് സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 5 ടേം. ഓക്കെ, ചോദ്യം 5 ടേംസ്. ഓക്കെ, അപ്പൊ ഞാൻ 5ന്റെ ഒരു കള്ളിയും വരയ്ക്കുന്നുണ്ട്, 10ന്റെ ഒരു കള്ളിയും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, 5ന്റെ ഒരു കള്ളി 1 2 3 4 5. ഓക്കെ, അതോടെ and we need another one. 10 എണ്ണത്തിന് വേണം. And the color and 10. Yes, and here we go. Okay, go down. Simple ആണേ.
നോക്കിക്കോളും, സിമ്പിളാണ്. ഇത് x1, x2, x3, x4, x5. ഇവിടെ അതുപോലെ തന്നെ x1, x2, x3, x4, x5, x6, x7, x8, x9, x10. ക്ലിയർ? ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതെല്ലാം കൂടിയിട്ട് 150 പറഞ്ഞപ്പോൾ മിഡിൽ ടേം നമ്മൾ കണ്ടെത്തി 30 കണ്ടെത്തി. ഇതിന്റെ മിഡിൽ ഏതൊക്കെ എടുക്കുന്നത്? ഇവനാണ് മിഡിൽ. കാരണം ഇവനും പെയറുകളാ. മനസ്സിലായല്ലോ. ഇവരും പെയറുകളാ. അപ്പുറത്തതും അവന്റെ അപ്പുറത്തതും പെയറുകളാ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്താ കിട്ടി? നമുക്ക് മിഡിൽ ടേം 55 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം പെയറുകൾ ഏതൊക്കെയാ? ഇവനും പെയറാ. ഓക്കെ. പിന്നെ ഇവനും പെയറാ. പിന്നെയോ ഇവനും പെയറാ. പിന്നെയോ ഇവനും പെയറാ. പിന്നെയോ ഇവനും പെയറാ. മനസ്സിലായോ? നമുക്ക് മിഡിൽ ടേം കിട്ടിയ എത്രയാണ്? 55. ചേട്ടാ ഇതിൽ മിഡിൽ ഇല്ലല്ലോ എന്ന് വിചാരിക്കൂലേ? മിഡിൽ ഉണ്ട്. ഇതാണ് മിഡിൽ എന്ന് വിചാരിച്ചോ. ഇവിടെ സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഭാഗം ഒരു മിഡിലാന്ന് വിചാരിച്ചേ. ഈ ഭാഗം മിഡിലാന്ന് വിചാരിച്ചോ കേട്ടോ. മിഡിൽ എത്രയാണത്? 55. ഒരു ട്രിക്കാണേ 55. അത് മിഡിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 55 മിഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് 55 അപ്പുറത്തും കിടക്കുന്നവരാണല്ലോ ഇവര്. അവരുടെ തുക എത്രയാവും? അവരെ രണ്ടുപേരും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 55ന്റെ എന്ത് കിട്ടുന്ന പറഞ്ഞു? ഇരട്ടി കിട്ടും അല്ലെ? ഇത് മിഡിലാണ് എന്ന് വിചാരിക്കാം. എന്തുകൊണ്ട് വിചാരിക്കാൻ പറഞ്ഞേ? അവിടെ മിഡിൽ അല്ലേ? അല്ല. കാരണം വെച്ചാൽ എല്ലാവരും പെയറുകളായി പോയി. അവിടെ ശരിക്കും മിഡിൽ ഇല്ല. പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു മിഡിൽ ഉണ്ട്. അത് 55 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള രണ്ട് സംഖ്യകൾ ഞാൻ പറഞ്ഞു. ഒരാൾ മിഡിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഇവർ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. എൻ്റെ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? ഇവർ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 110 കിട്ടും. അടുത്ത രണ്ടുപേര് കൂട്ടിക്കഴിഞ്ഞാൽ 110 കിട്ടും. അടുത്ത രണ്ടുപേര് കൂട്ടിക്കഴിഞ്ഞാൽ 110 കിട്ടും. അടുത്ത രണ്ടുപേര് കൂട്ടിക്കഴിഞ്ഞാൽ 110 കിട്ടും. എത്ര വേണ്ട? 1, 2, 3, 4. അടുത്ത രണ്ടുപേരെ കൂട്ടിക്കഴിഞ്ഞാലും 110 കിട്ടും. ടോട്ടൽ എത്രയായി? 110. 5 പേരുണ്ടല്ലോ. 110 × 5 = 0. 1 5 550. കറക്റ്റ് ആണല്ലോ? യെസ്. കിട്ടിയല്ലോ? വരെ മനസ്സിലായോ? കിട്ടിയല്ലോ? ഓക്കെ. ഇനി ഈ കള്ളി ഇതിന്റെ കൂടെ ഉള്ളതാ. ഇവിടെ എത്രയാ? x1, x2 അന്ന് നമുക്ക് അറിഞ്ഞില്ല. x3 അറിയാം. ഇതിന് x3 എത്രയാ? അത് കിടക്കുന്നത് 30. ഇവിടെ എഴുതി. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടുള്ള ചോദ്യം, വേഗം കമന്റ് ചെയ്തോട്ടെ. ഈ ചിത്രത്തില് x3യുടെ പെയറായിട്ട് കിടക്കുന്നത് ആരാണ്? x3യുടെ കൂടെ കിടക്കുന്ന x3യുടെ പെയറായിട്ട് കിടക്കുന്ന ആരാണ്? x3യുടെ പെയറായിട്ട് കിടക്കുന്ന ഇങ്ങനെ വന്നിട്ട് ഇതാ കിടക്കുന്നു x8. ആഹാ, x8. ഇവർ രണ്ടുപേരും പെയേഴ്സാ. അടുത്ത ചോദ്യം, ഇവർ രണ്ടുപേരും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന ഞാൻ പറഞ്ഞേ? x3 110 ആണല്ലോ. എല്ലാ പെയറുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 110. അങ്ങനെയാണെങ്കിൽ x3യും x8ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 110 നമ്മൾ എഴുതി വെക്കാം. x3 + x8 = 110. x3 ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുണ്ട്? x3 നമുക്ക് തന്നല്ല, നമ്മൾ കണ്ടുപിടിച്ചു 30. 30 + x8 = 110 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ x8 = 110 മൈനസ് എന്ത് ചെയ്താൽ മതി? 30 ചെയ്താൽ മതി. 110ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ, 110ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 100, 90, 80. 80 കിട്ടും. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 80 കിട്ടും. ഓക്കെ. നമുക്കപ്പോൾ എന്തൊക്കെ കിട്ടി? നമുക്ക് x3 കിട്ടി, അതേപോലെ തന്നെ x8ഉം കിട്ടി. 30ഉം 80ഉം കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ അല്ലേ? ബാക്കി എത്രയാണ്? ബാക്കി ഇവിടെ 40, 50, 60, 70, 80 കഴിഞ്ഞ് 90, 100, 20, 10. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ് ചെയ്യാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചോദ്യം? അതായത് ഫസ്റ്റ് ത്രീ ടൈംസ് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഫുൾ എഴുതി 10 എഴുതി വെച്ചു. ഓക്കെ. അടുത്ത ചോദ്യം, the sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term? നോക്കാം. Sum of the x11 plus x21 is equal to 80 എന്ന് കിട്ടി. ഓക്കെ. x11ഉം
21 കൂട്ടിയപ്പോൾ 80 എന്ന് കിട്ടി. 16ാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഗൈൻ കള്ളി വരയ്ക്കാം. കള്ളി എന്തിനാ വരയ്ക്കണേ? കള്ളി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കള്ളി വരയ്ക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഇത്രയും കള്ളികൾ വരച്ചു. ഓക്കെ, ഇത്രയും കള്ളികൾ വരച്ചു. ഇത്രയും കള്ളികൾ വരച്ചു. ഒന്ന് ഷോർട്ടാക്കാം. ഇത്രയും കള്ളികൾ വരച്ചു. ശ്രദ്ധിച്ചേ, പേര് കൊടുക്കാലോ. നമുക്ക് x1 ഉം 2 ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ട. നമുക്ക് 11 മുതലാണ്ട് എഴുതി പോകും. x11, x12, x13, x14, x15, x16. ഇതാണ് കാണേണ്ടത്. x16 ആണ് ചോദിച്ചിട്ടുള്ളത്. x17, x18, x19, x20. ഒരെണ്ണം ഞാൻ അവിടെ ചുമ്മാ വരയ്ക്കുന്നുണ്ട്. x21. x21ഉം x11 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞു? 80 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് പെയർസ് ആക്കാലോ. ഇതും ഇതും പെയറുകളാ. അങ്ങനെയാണെങ്കിൽ ഇതും പെയറാ, ഇതും പെയറാ. ഓക്കെ, ഇതും പെയറാ, ഇതും പെയറാ. ആഹാ, ഇത് മിഡിൽ ടേമാ. സിമ്പിൾ അല്ലേ? സോ നമുക്ക് പെയറുകളെല്ലാം തന്നെ കിട്ടി. ഓക്കെ, ഈ പെയറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള നോക്കിക്കേ, ചോദ്യം നോക്കിക്കേ. 11ഉം 21 അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞു? 80 ആണെന്ന് പറഞ്ഞു. ഓക്കെ, 11ഉം 21 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞു? 80 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 12ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 80 കിട്ടുക. അതേപോലെ തന്നെ 13ഉം 19ഉം കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടുക. അതുപോലെ തന്നെ 14ഉം 18ഉം കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടും. 15ഉം 17ഉം കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടും. 16 എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇവർ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്ന് പറയുന്ന സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും എൻ്റെ സംഖ്യ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് തരുള്ളൂ. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക. സോ വിൽ ബി 40. 40 ആയിരിക്കും. x16, what is x16 ചോദിച്ചിട്ടുണ്ട്. 16ാം പദം 40 ആണ് കേട്ടോ. The sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term? 16ാമത്തെ ടേം ആണ്. 16ാമത്തെ ടേം എന്ന് പറയുന്നത് 40 ആണ്. ക്ലിയർ? ഓക്കെ, the angles of a pentagon. ഓക്കെ, അപ്പൊ പെന്റഗൺ ആണ് ഇനി അടുത്ത പരിപാടി. പെന്റഗൺ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊരു പെന്റഗൺ വരച്ച് നോക്കിയാലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദ്യം വായിച്ചു നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ കെമിസ്ട്രി പഠിച്ച ഓർമ്മ ഉണ്ടോ? മെത്ത് പ്രൊപ്പബ്യൂട്ട് പെന്റ് 5 കേട്ടാ, 5 എണ്ണം. ഓക്കെ, പഞ്ചഭുജമാണെന്ന് വിചാരിക്കാം. ഓക്കെ, സമല്ല വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ഇങ്ങനെ വരച്ചു. ഇങ്ങനെയല്ല, പിക്ചർ ഇതല്ല കേട്ടോ. പിക്ചർ ഇതല്ല മീൻസ് വശങ്ങൾ ഇപ്പൊ ഞാൻ വരച്ചിട്ടുള്ളത് എല്ലാം സമമായിട്ടുള്ളതല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, ചോദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എത്ര ആംഗിളുകൾ ഉണ്ട്? 5 ആംഗിളുകൾ ഉണ്ട്. എന്താ സാധനം? പെന്റഗൺ, പഞ്ചഭുജത്തിന് 5 സൈഡുകളുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം ഒരു കാര്യം ഇതൊന്നും ചെയ്തേ, ഞാൻ ചോദിക്കട്ടെ. ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. സം ഓഫ് ഇന്നർ ആംഗിൾസ്. കാണാൻ ഇക്വേഷൻ കിട്ടാ n-2 into 180. എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ എത്രയുണ്ട്? നമുക്ക് 5 സൈഡുകളുണ്ട്. എന്ന് പറഞ്ഞ വശങ്ങളാണ് കേട്ടോ. 5 വശങ്ങളുണ്ട്. 5 - 2 is equal to അല്ല 180. 180 is equal to 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3 ആണ്. 3 into 180 is equal to 180, 360, 540. 540 ആണ് നമുക്ക് ടോട്ടൽ വരിക. എന്താ ടോട്ടൽ വരുന്നത്? അതായത് ടോട്ടൽ വരുന്നത് ഈ ആംഗിളും ഏതൊക്കെ ആംഗിളുകളാ? ഈ ആംഗിളുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഇതും എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 540 കിട്ടും. എത്രയാണ് ഇതിന്റെ ടോട്ടൽ സൈഡുകൾ? എത്രയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കിക്കേ, സം എത്ര കിട്ടും എന്ന് പറഞ്ഞു. സം എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന്റെ സമ്മ? 5 എണ്ണത്തിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞു? 540. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡിൽ ടൈം എത്രയാ? മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 540 ആണ് ടോട്ടല്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5ൽ 5 ഒരു പ്രാവശ്യം, 4ൽ പോവില്ല 0, 40ൽ 8 പ്രാവശ്യം, 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 ആണ് നമ്മുടെ മിഡിൽ ടേം. 108 ആണ് മിഡിൽ ടേം. അതായത് 5 സൈഡുകളല്ലേ? x1, x2, x3, x4, x5. 5 സൈഡുകളുണ്ട്, 5 ആംഗിളുകളുണ്ട്. ഓക്കെ,
ഇതിൽ മിഡിൽ ടേം ഇപ്പം നമുക്ക് കിട്ടി. എത്രയാണെന്ന് കിട്ടി? 108 കിട്ടി. ഓക്കെ, ഞാൻ ഫുള്ള് ചോദ്യം ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഇങ്ങനെ പീസായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. യെസ്, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? തേർഡ് ആംഗിൾ എത്രയെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ തേർഡ് ആംഗിൾ നമ്മൾ ചെയ്ത് അറിയാണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? തേർഡ് ആംഗിൾ കിട്ടി. x3 കിട്ടി, 108 കിട്ടി. x3 നമുക്ക് ഓൾറെഡി കിട്ടി. യെസ്, അടുത്ത ചോദ്യം. അപ്പൊ അത് കിട്ടി കേട്ടോ. ഇത് എത്രയാണെന്ന് കിട്ടി? 108 അല്ല, 108 കിട്ടി. അടുത്ത ചോദ്യം. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40, ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ, ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ, ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെങ്കിൽ, അപ്പൊ ഇവിടെ നിന്ന് കൊടുക്കാം 40 ആണെങ്കിൽ. ഓക്കെ, 40 ആണെങ്കിൽ ചോദ്യം പറഞ്ഞേ 40 ആണെങ്കിൽ വാട്ട് ആർ ദി അതർ ആംഗിൾസ്? മറ്റുള്ള ആംഗിളുകൾ കാണണം. സിമ്പിൾ ആണ്. മറ്റുള്ള ആംഗിളുകൾ കാണാലോ. നമുക്ക് അതിന് എന്ത് കാണാം? പൊതുവ്യത്യാസം കാണാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടേബിൾ വരയ്ക്കണോ? ടേബിൾ വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ടേബിൾ വരച്ചിട്ട് ചെയ്യാം. സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 5 എണ്ണം, 5, 5. ഓക്കെ, യെസ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സോറി, 5, 5, 5 അഗെയിൻ. One, 2, 3, 4, 5. ഓക്കെ, 3 ആണല്ലോ തന്നിട്ടില്ലേ? x1, കമോൺ, x1, x2, x3, x4, x5. ക്ലിയർ. മിഡിൽ ടേം നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് 108? ടോട്ടൽ എത്രയെന്ന് പറഞ്ഞു? 540. എത്ര കോണുകളുണ്ട്? 5 കോണുകൾ. 540 / 5 = 108. ഓക്കെ, പിന്നെ തന്നിട്ടുണ്ട് ഇവിടെ 40 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡി കാണാമല്ലോ. ഡി = ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പതുക്കെ ചെയ്യാം. മാത്സ് എപ്പോഴും പതുക്കെ ചെയ്യുക. തിരക്ക് പിടിച്ചാൽ കണ്ട ഇതുപോലെയൊക്കെ ആവും. കണ്ടില്ലേ? ഇതുപോലെ ആവും മീൻസ് നമുക്കൊരു ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആവും. ടേം ഡിഫറൻസ്, ടേംസ് ഏതൊക്കെയാണ്? 108 മൈനസ് 40 ഡിവൈഡഡ് ബൈ പി ഡി എത്രയാ? പൊസിഷനുകൾ എത്രയാ? 3 - 1 = 108 നിന്ന് 40 പോയാൽ എത്രയാ? ഒന്ന് കുറച്ച് നോക്കാം. 108 - 40. 8 നിന്ന് 0 പോയാൽ 8 തന്നെയാണ്. 10 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 6 ആണ്, 68. 68 ഡിവൈഡഡ് ബൈ 3 നിന്ന് 1 പോയാൽ 2. 6 2 3 പ്രാവശ്യം, 8 2 4 പ്രാവശ്യം, 34. 34 കോമൺ ഡിഫറൻസ്. ഓക്കെ, 34 കോമൺ ഡിഫറൻസ് എങ്കിൽ 40ന്റെ കൂടെ 34 കൂട്ടി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 54, 64, 74. ഓക്കെ, എന്ന് കിട്ടി. 74ന്റെ കൂടെ 34 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? സോറി, 34 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 108 കിട്ടണം. കിട്ടിയല്ലോ, കിട്ടി. 108 കിട്ടണം. = 8 4 12 2 ബാക്കി 1 3 1 4 1 142. ഓക്കെ, അവിടെയോ? അവിടെ എങ്ങനെ എന്ത് ചെയ്യുക? 34 കൂട്ടാം. 142 + 34 = 4 6 7 176. 176, 176. കഴിഞ്ഞല്ലോ. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചോദ്യം? ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40, വാട്ട് ആർ ദ അതർ ആംഗിൾസ്? അത് നമ്മൾ കണ്ടുപിടിച്ചു. ക്യാൻ ദി സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടോ? അതായത് 40 ആണെന്ന് പറഞ്ഞു, ഇതുപോലെ 36 ആവാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 36 ആവാൻ സാധ്യത ഉണ്ടോ നമുക്ക് ചെയ്യാം. ചോദ്യം നോക്കിക്കേ, ഇവിടെ 40 എന്ന് തന്നില്ലേ, ഇതിന് പകരം ഇത് 36 ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 36 ആവാൻ സാധ്യത ഉണ്ടോ? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 36 വെച്ചിട്ട് ചെയ്തു നോക്കാം. എങ്ങനെയാ ചെയ്യാം? എഗെയിൻ നമ്മളൊന്ന് കള്ളി വരയ്ക്കാം. കള്ളി വരയ്ക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് കള്ളി വരച്ച് ചെയ്യുന്നത് കേട്ടോ. 5 എണ്ണം അല്ലേ? 5 എണ്ണം വരച്ചു. എന്തൊക്കെയാണ്? x1, x2, x3, പിന്നെ x4, x5. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 108 കിട്ടി. ഏതായതല്ലേ? ഇത് 108 കിട്ടി. ഇത് 36 ആവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന സംഖ്യ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? ഡി = പൊസിഷൻ ഡിഫറൻസ് അല്ല, ഡി = എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. = 108 - 36 ഡിവൈഡഡ് ബൈ 3 - 1 = 108 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 108 - 36. 8 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 2, 10 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 7 = 72 ബൈ 3 1 പോയാൽ 2. 2 4 6 3 12 2 6 36
അല്ലേ? 36 നമ്മുടെ കോമൺ ഡിഫറൻസ് വരെ. ഓക്കെ, 36 കോമൺ ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ 36 പ്ലസ് 36 6 6 12 12 2 ബാക്കി 1 3 6 6 7 72 കിട്ടി. ഓക്കെ, 72 കൂടെ വീണ്ടും എന്ത് കൂട്ടണം? 36 കൂട്ടി കഴിഞ്ഞാൽ 108 കിട്ടണം. 6ഉം 2ഉം 8 7 3 10 108 അത് കിട്ടിയല്ലോ. 108 പ്ലസ് 36 6 6 12 12 13 14 14 4 ബാക്കി 1 3 1 4 1 144 144 എഗെയിൻ എത്ര കൂട്ടണം? 36 കൂട്ടണം. 6 4 10 10 0 ബാക്കി 1 4ഉം 7 7 1 8 180. ഓക്കെ, ഇത്രയും കിട്ടി. അതായത് 180 ലാസ്റ്റ് കിട്ടിയിട്ടില്ല. 180 എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കറിയാം സ്ട്രെയിറ്റ് ലൈനാണ് 180. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനാണ് 180. ഓക്കെ, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പെന്റഗണിന്റെ ഒരു പഞ്ചഭുജത്തിന്റെ ഒരു കോൺ എന്ത് വരില്ല, ശരിക്കും ഇങ്ങനെ വരണ്ടേ? 180 പറഞ്ഞാൽ സ്ട്രെയിറ്റ് അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. സോ 36 ചെറിയ ആംഗിൾ ആവാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? സോ അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ഒരു കുറച്ചും കൂടി ഉണ്ട് പഠിക്കാനായിട്ട്. കുറച്ചും കൂടി പഠിക്കാൻ മീൻസ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ അതുവരെ കുഞ്ഞൊരു ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് പോരെ. ചായ കുടിക്കേണ്ട, എന്തെങ്കിലും ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പോരെ. ചായ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.